അപ്പോൾ നിസ്കരിച്ചു എന്നതല്ല വിഷയം, എങ്ങനെ നിസ്കരിച്ചു എന്നതാണ് വിഷയം. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ 50 കൊല്ലമായിട്ട് നിസ്കരിക്കണില്ല, ഈ 50 കൊല്ലവും നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. എന്താ പ്രശ്നം? അദ്ദേഹം നിസ്കരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിന് അന്വർത്ഥമായിട്ടല്ല. ഇതുപോലെ ഒന്ന് അയാളുടെ നിസ്കാരത്തിൽ സുജൂദിന്റെ മുമ്പിലായി വച്ചിരിക്കണം. കൽബിന്റെ മേലെ വെക്കണം. ഇസ്ലാമിന്റെ ഒരു അടിത്തറ അസ്ലിയായി മനസ്സിലാക്കേണ്ടത്, ഇബാദത്തുകളുടെ അടിസ്ഥാനം അത് അൽ മൻഉ എന്നതാണ്. ഇബാദത്തിന്റെ അസ്ലുൽ ഇബാദത്തി അൽ മൻഉ എന്നാണ്. ഇബാദത്തിന്റെ അടിത്തറ പാടില്ല എന്നതാണ്. എന്ന് പറഞ്ഞാൽ ഇബാദത്ത് പാടില്ല എന്നതാണ്. എന്തല്ലാതെ അള്ളാഹുവും അവന്റെ റസൂലും പഠിപ്പിച്ചതല്ലാത്തതൊന്നും ഇബാദത്ത് ചെയ്യാൻ പാടില്ല. ഞാൻ ഈ ആമുഖം പറയും, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. ഇബാദത്തിന്റെ അസ്ല് എന്ന് പറയുന്നത് അൽ മൻഉ എന്നാണ്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, ഇബാദത്താണോ അത് ചെയ്യണമെങ്കിൽ ഇതിനുണ്ടാവണം. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ ആ ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. കാരണം ഇബാദത്ത് അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് അവൻ അനുവദിച്ചാലേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മുആമലാത്ത് അങ്ങനല്ല. മുആമലാത്തുകളെല്ലാം ജായിസാണ്. അസ്ലുൽ മുആമല അൽ ജായിസ്. മുആമലാത്തിന്റെ അസ്ല് എന്നത് ജായിസാണ്. എന്തും ചെയ്യാം. എന്തും തിന്നണോ? എന്തും തിന്നാം. ഇല്ലാ മാ ഹറമ അല്ലാഹു വ റസൂലുഹു. അള്ളാഹുവും റസൂലും നിഷിദ്ധമാക്കിയതൊഴിച്ച് എന്തും തിന്നാം. എന്തുടുക്കണം? എന്തും ഉടുക്കാം. ഇല്ലാ മാ ഹറമ അല്ലാഹു അലൈഹി വ റസൂൽ. അള്ളയും റസൂലും നിഷിദ്ധമാക്കിയ വസ്ത്രമൊഴിച്ച്. എങ്ങോട്ടൊക്കെ യാത്ര ചെയ്യാം? എങ്ങോട്ടും യാത്ര ചെയ്യാം. ഇല്ലാ മാ ഹറമ അല്ലാഹു വ റസൂൽ. ഇത് അസ്ലാണ്. ഈ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇബാദത്താകുന്ന നിസ്കാരത്തെ പരിചയപ്പെടാൻ പോകുന്നത്. നമസ്കാരം ഇബാദത്തായതുകൊണ്ട് ആ ഇബാദത്ത് എങ്ങനെ ചെയ്യണം എന്നത് നിഷ്കർഷിക്കേണ്ട അവകാശം അള്ളാഹുവിന് മാത്രമാണ്. അതുകൊണ്ടാണ് ഹബീബ് സയ്യിദുനാ വ ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. സ്വല്ലൂ, നിങ്ങൾ നിസ്കരിച്ചോളി എന്നല്ല. അത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമാണ്, ഇഷ്ടമുള്ളതുപോലെ നിസ്കരിച്ചോളൂ എന്നല്ല. സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി. ഞാൻ എങ്ങനെ നിസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിസ്കരിക്കുകയും. അപ്പൊ നമ്മൾ നിർവഹിക്കുന്ന നമസ്കാരത്തിന് ഒരു കൃത്യമായ രൂപവും ഭാവവും ഉണ്ട് എന്ന് വന്നു. ഒരിക്കൽ മദീന പള്ളിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുകയാണ്. ആ പള്ളിയിലേക്ക് ഒരാൾ കയറി വന്നു. വന്നയാൾ സ്വഹാബിയായിരിക്കും, സംശയമില്ല. അദ്ദേഹം നമസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂൽ വിളിച്ചു, തആലി യാ ഫുലാൻ, വരി വരി, സ്വല്ലി ഇന്നക ലം തുസല്ലി. നിസ്കരിക്ക്, നീ നിസ്കരിച്ചിട്ടില്ല. അദ്ദേഹം അത്ഭുതപ്പെട്ടു. ഇപ്പൊ നിസ്കാരം കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹം പോയിട്ട് വീണ്ടും നിസ്കരിച്ചു. അപ്പോഴേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം കഴിഞ്ഞ് വിളിച്ചു, തആൽ വരി, സ്വല്ലി ഇന്നക ലം തുസല്ലി.
നിസ്കരിച്ചിട്ടില്ല. ഒന്നിലധികം പ്രാവശ്യം അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോ അദ്ദേഹം ചോദിച്ചു, നബി എന്താണ് എനിക്ക് വന്ന അബദ്ധം എന്താണ്, അതൊന്ന് പറഞ്ഞിരുന്നു. ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാം, മുസിഉസ്വല, നിസ്കാരം തെറ്റിച്ച് അല്ലെങ്കിൽ മോശമാക്കി നിസ്കരിച്ച ആൾക്ക് നിസ്കാരം പഠിപ്പിച്ചു കൊടുത്ത രൂപം ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നു നമുക്ക്. അപ്പോൾ നിസ്കരിച്ചു എന്നതല്ല വിഷയം, എങ്ങനെ നിസ്കരിച്ചു എന്നതാണ് വിഷയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികളിൽ അഗ്രേസരനാണ് ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു. ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹുവിന് ഒരു പ്രത്യേക പേരുണ്ട്, സ്വഹാബികൾക്കിടയിൽ ഒരു വിളിപ്പേരുണ്ട്, സ്വാഹിബു സിർരി റസൂലില്ല എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നാണ് ആ പേരിന്. അദ്ദേഹം ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു വയസ്സായ മനുഷ്യൻ അയാൾ വന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഹുദൈഫത്ത് ബിൻ യമാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് ചോദിച്ചു, സഹോദര, നിങ്ങൾ എത്ര കൊല്ലമായി നിസ്കരിക്കുന്നുണ്ട്? അദ്ദേഹം പറഞ്ഞു, 50 അമൻ, 50 കൊല്ലമായി ഞാൻ നിസ്കരിക്കുന്നുണ്ട്. നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടാവില്ലേ 50 കൊല്ലമായിട്ട് നിസ്കരിക്കുന്ന ആളുകൾ? ഇല്ലേ? ഉണ്ടാവില്ലേ? 50 കൊല്ലമായി ഞാൻ നിസ്കരിക്കുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ 50 കൊല്ലമായിട്ട് നിസ്കരിക്കണില്ല, ഈ 50 കൊല്ലവും നിങ്ങൾ നിസ്കരിച്ചിട്ടില്ല. എന്താ പ്രശ്നം? അദ്ദേഹം നിസ്കരിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞ വാക്കിന് അന്വർത്ഥമായിട്ടല്ല. എന്ത്? സ്വല്ലു പറയും, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസ്വല്ലി. മറന്നു പോകാതെ നെഞ്ചിൽ എഴുതി വെക്കേണ്ട വാക്കാണത്. സ്വല്ലു കമാ റഅയ്തുമൂനി ഉസ്വല്ലി. ഞാൻ എങ്ങനെ നിസ്കരിച്ചു എന്ന് നിങ്ങൾ കണ്ടുവോ അപ്രകാരം നിസ്കരിക്കണം. അപ്പൊ ഞാൻ എങ്ങനെ നിസ്കരിക്കണം? റസൂൽ നിസ്കരിച്ച പോലെ നിസ്കരിക്കണം. കാരണം നിസ്കാരം ഇബാദത്താണ്, ഇബാദത്ത് കൽപ്പിച്ചവൻ അള്ളാഹുവാണ്. ആ അള്ളാഹു കാണിച്ചു കൊടുത്തതാണ് എന്ത് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന്. അപ്പൊ അള്ളാഹു കാണിച്ചു കൊടുത്തതുപോലെയാണ് എന്ത് ചെയ്യേണ്ടത്? നിസ്കരിക്കേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. മിഅ്റാജിന്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കുന്നത്. മിഅ്റാജിന്റെ രാത്രി എന്ന് പറയുന്നത് ചെറിയൊരു സമയമാണ്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ. അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് ഇസ്രായിന്റെ സ്റ്റാർട്ടിംഗ്. രാത്രിയുടെ ഒരല്പസമയം മാത്രമാണ് പോയിട്ട് വന്നത്. രാത്രി എത്തിയല്ലോ, എത്തിയില്ലേ? രാത്രി തിരിച്ചെത്തി. എന്നാൽ 5 വഖത്തായി ചുരുക്കിയപ്പോൾ അടുത്ത ഫജ്ർ സാദിഖൽ നിസ്കരിക്കണ്ടേ? നിസ്കരിക്കണം. പക്ഷെ നബി നിസ്കരിച്ചോ? ഇല്ല. നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്, രാത്രി നിർബന്ധമാക്കി വന്നതാണ്. എന്നാൽ സുബഹിക്ക് നമസ്കരിക്കണം. നബി തങ്ങൾ നിസ്കരിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ലിഅദ്മി കൈഫിയതിഹാ. നിസ്കാരമേ നിർബന്ധമാക്കിയിട്ടുള്ളൂ, എങ്ങനെ നിസ്കരിക്കണം എന്ന് അള്ളാഹുവിന്റെ നിർദ്ദേശം വന്നിട്ടില്ല. പിന്നെ കാണുന്നത് ളുഹറിന്റെ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നു, നിസ്കാരം കാണിച്ചു കൊടുത്തു തുടങ്ങുന്നു. അപ്പൊ കൈഫിയത്ത് എവിടുന്ന് വന്നതാ? അള്ളാഹുവിന്റെ അടുത്ത് നിന്നാണ്. അതാ ഞാൻ ആദ്യം പറഞ്ഞ ഈ അസ്ല് മനസ്സിനുള്ളിൽ വെച്ചിട്ടില്ലെങ്കിൽ നമ്മൾ തോന്നുന്ന പോലൊക്കെ ചെയ്യും. അള്ളാഹു കൽപ്പിച്ചത് പോലെയാണ് റസൂൽ നിസ്കരിച്ചത്. അതുകൊണ്ടാണ് സ്വഹാബത്തിനോട് നബി തങ്ങൾ പറഞ്ഞത്, സ്വല്ലൂ കമാ റഅയ്തുമൂനി ഉസ്വല്ലി. ക്ലിയർ? അപ്പൊ നിങ്ങൾക്ക് ബോധ്യമായല്ലോ. അപ്പൊ ഇനി ആലോചിച്ച് നോക്കണം, എന്റെ നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നത് റസൂലുള്ള നിസ്കരിച്ചത് പോലെ അല്ലെങ്കിൽ ആ ഇബാദത്ത് അള്ളാഹുവിന് ആവശ്യമില്ല. ഓനാ പറഞ്ഞു വേണ്ടാന്ന്. അള്ളാഹുവിന് വേണ്ടത്. കാരണം ഇബാദത്തിന്റെ അർഹനായ അള്ളാഹു തീരുമാനിച്ച പ്രകാരം ഇബാദത്ത് എടുക്കണം, ഇല്ലെങ്കിൽ ആ ഇബാദത്ത് അവന് വേണ്ട.
അപ്പൊ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അതിന്റെ തുടക്കത്തിൽ അറിയേണ്ടത്, ഞാനതിന്റെ A to Z വിശദീകരിച്ചു പോകാൻ ഉദ്ദേശിക്കണില്ല. അതിന്റെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയും ഇൻഷാ അല്ലാഹ്. ഇന്ന് തീർന്നില്ലെങ്കിൽ മറ്റൊരു ക്ലാസ്സിൽ ബാക്കി പറയാം. നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് അതിന്റെ ഷർത്ത്, അതിന്റെ നിബന്ധനകൾ പാലിച്ചിരിക്കണമല്ലോ. നിബന്ധനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നിസ്കരിക്കുന്നവൻ മുസ്ലിമായിരിക്കണം എന്നത് വിഷയമാണ്. നമ്മൾ അതിപ്പോ ചർച്ച ചെയ്യണില്ല, കാരണം നമ്മൾ മുസ്ലിങ്ങളോടല്ല സംസാരിക്കുന്നത്. പിന്നെ വേണ്ടത് അയാൾ വലിയ ചെറിയ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവണം എന്നതാണ്. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ കുളിക്കണം. ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവണമെങ്കിൽ വുളൂ ചെയ്യണം. അപ്പോ നമസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്താണ്? വുളൂ ചെയ്യാം. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോളി. ഹദീസുകളിൽ മുഴുവനും കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ ചെയ്യാനല്ല പറഞ്ഞത്. നിങ്ങൾ വുളൂ എടുത്തോളി എന്നല്ല. പ്രതിഫലം രേഖപ്പെടുത്തപ്പെടുന്ന വാചകം പറഞ്ഞപ്പോഴെല്ലാം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം ഇസ്ബാഹുൽ വുളൂ എന്നാണ്. എന്താണ് പദം? ഇസ്ബാഹുൽ വുളൂ എന്നാണ്. വേറെ ചില ഹദീസുകളിൽ കാണാം അഹ്സനൽ വുളൂ, വുളൂ ഭംഗിയാക്കുക. ഇസ്ബാഹ് എന്ന് പറഞ്ഞാൽ പൂർത്തീകരിച്ച് ചെയ്യാം, പൂർത്തിയാക്കി ചെയ്യുക എന്നതാണ്. നാളെ ഹൗദുൽ കൗസർ കിട്ടൂലേ? കിട്ടൂലേ? ആർക്കാണത് കിട്ടാൻ? ആ വരുന്ന ആളുകളുടെ പ്രത്യേകത എന്തായിരിക്കും? എന്തായിരിക്കും ഒരു പ്രത്യേകത? ഖുർറൻ മുഹജ്ജലീൻ എന്നാണ്. ഖുർറൻ മുഹജ്ജലീൻ, അവരുടെ കൈ കാൽ മുഖം വെളുത്തവരായിരിക്കുമെന്നാണ്. എന്ത് കാരണം? വുളൂ കാരണം. അപ്പൊ വുളൂ എടുക്കുക എന്നത് നാളെ അള്ളാഹുവിന്റെ സമക്ഷത്തിലെത്തുമ്പോ ഈ ഉമ്മത്തിനെ തിരിച്ചറിയാനുള്ള അടയാളം എന്നു മാത്രമല്ല, പ്രവാചകന്റെ സുന്നത്തിനെ കൃത്യമായി ജീവിതത്തിൽ പകർത്തി എന്നതിന്റെ അടയാളം കൂടിയാണ്. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? വുളൂ എടുക്കാം. ആദ്യം വുളൂ എടുക്കണം. ശരിക്കും വുളൂ എടുക്കുക തന്നെ വേണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളൂ എടുത്തത് ഒരു മുദ്ദു കൊണ്ടാണ്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ എന്ത് മതി? ഒരു മുദ്ദു മതി വുളൂ എടുക്കാൻ. ഒരു മുദ്ദ് എന്ന് പറഞ്ഞാൽ 2 കൈക്കുമ്പിൽ ചേർത്ത് വെച്ച വെള്ളം എത്രയാണോ അത്രയും മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാ അർബഅത്ത് അംദാദ്, 4 മുദ്ദുകളാണ്. 4 മുദ്ദു വെള്ളം, അതാണ് കുളിക്കാൻ ഉപയോഗിച്ചിരുന്ന വെള്ളം. ചില സന്ദർഭങ്ങളിൽ നമുക്കും എന്ത് മതി? അത് ഉപയോഗപ്പെടുത്താം. എന്നാൽ വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഉപയോഗപ്പെടുത്തുന്നതിന് കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പൊ എന്ത് വേണം? വുളൂ എടുക്കുമ്പോൾ ഏറെ ശ്രദ്ധിച്ച് വുളൂ എടുക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സ്വഹാബത്തൊക്കെ വുളൂ എടുത്ത് പോകുമ്പോൾ പറഞ്ഞു, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ, വൈലുൽ ലിൽ അഖാബി മിനന്നാർ. മടമ്പുകളുടെ ആളുകൾക്ക് നാശം. എന്താ അങ്ങനെ റസൂലുള്ള പറഞ്ഞത്? ആ ഒരൊറ്റ വാക്കിൽ നിന്നൊരു കാര്യം ബോധ്യമാകുന്നുണ്ട്. ആ വുളൂ എടുക്കുന്നയാൾ വുളൂഇൽ പൂർണ്ണ ശ്രദ്ധ കാണിച്ചിട്ടില്ല. സുഖല്ലേ? ഇങ്ങനെ ആട്ടിപ്പോയാൽ മതി അല്ലേ? ഇങ്ങനെ നാട്ടിയിട്ട് പോവുക. പക്ഷെ അപ്പൊ കാലിന്റെ പുറം ശരിക്കും നനഞ്ഞിട്ടുണ്ടോ എന്ന് ഉറപ്പുണ്ടോ? ഏറ്റവും കട്ടിയുള്ള പ്രദേശമാണ് അവിടെ. അതുകൊണ്ട് തന്നെ വല്ലാതെ സമയമുണ്ട് വുളൂ എടുക്കാൻ. അപ്പൊ എന്ത് ചെയ്യണം? വുളൂ ചെയ്യാൻ നല്ല മനസ്സിൽ കരുതേണ്ടത് എന്ന് വെച്ചാൽ തീരുമാനിക്കേണ്ടത് ഒരു വുളൂ എടുക്കുന്നു എന്നല്ല, ഇസ്ബാഗുൽ വുളൂ എന്ന് വേണം കരുതാൻ. ഇസ്ബാഗുൽ വുളൂ എന്ന് വേണം തീരുമാനിക്കാൻ. എന്ന് പറഞ്ഞാൽ
പൂർണ്ണമായ ഒന്നു ആണ് തീരുമാനിക്കേണ്ടത്. അപൂർണമായ ഒന്നു എന്ന് പറയുമ്പോൾ എന്തായി? ഞാൻ അതിന്റെ എല്ലാത്തിലേക്കും പോകല്ല കേട്ടോ. കയ്യിൽ വെള്ളം എടുത്താൽ മമ്പത്ത് ഷാരിൽ കൊണ്ടുവരിക. മമ്പത്ത് ഷാർ എന്ന് പറഞ്ഞാൽ മുടിമുളക്കുന്ന സ്ഥലമാണ്. മുടിമുളക്കുന്ന സ്ഥലം. ആ മമ്പത്ത് ഷാറിന്ന് വെള്ളം കൊണ്ടുവരിക. ഇങ്ങനെ ചെവി ഉൾപ്പെടെ, ചെവിയുടെ ഭാഗം ഉൾപ്പെടെ താടയെല്ലിന്റെ അടിവരെ എത്തുന്ന രൂപത്തിൽ കൈ ചേർത്ത് മുഖം കഴിയണം. ഇങ്ങനല്ല കേട്ടോ, വെള്ളത്തിലെടുത്തിട്ട് ഇങ്ങനെ ആക്കലല്ല. പലപ്പോഴും ആളുകളൊക്കെ മുഖം കഴുകുന്ന കണ്ടിട്ടുണ്ട്. അങ്ങനെ ആക്കി പോവാ അല്ല. ശരിക്കും എന്ത് ചെയ്യണം? മുഖം പൂർണ്ണമായും കഴുകണം. അത് ഭംഗിയായി സാവധാനം എടുത്താൽ മതി. എന്തിനീ ബേജാറ്? കാരണം ചെയ്യാൻ പോണത് ഇബാദത്താണ്. ഇബാദത്ത് ആർക്കു വേണ്ടിയാണ്? നിനക്ക് വേണ്ടിയാണ്. നിനക്ക് വേണ്ടി നീ ചെയ്യുന്ന ഇബാദത്തിന് നിനക്ക് ശ്രദ്ധയില്ലെങ്കിൽ പിന്നെ നിന്റെ ബാക്കി കാര്യങ്ങൾ എന്താകും അവസ്ഥ? അപ്പൊ ശ്രദ്ധിക്കണം. കൈ കഴുകുക എന്നുള്ളത് ആളുകളൊക്കെ കുപ്പായ ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെച്ച അല്ലേ? അപ്പൊ ഇനി കൈ കഴുകി നോക്ക്. എവിടം വരെ കഴുകും? എവിടം വരെ കഴുകും? ഇവിടം വരെ എത്തുള്ളൂ അല്ലേ? കഷ്ടിയാണ് അല്ല. എന്ത് ചെയ്യണം? അല്പം കൂടെ മുകളിലേക്ക് വരണം. അളുദ് വരെ എത്തണം. അപ്പോഴാണ് ഇസ്ബാഗാവുക. മനസ്സിലായോ? മറ്റേത് ഇങ്ങനെ ആക്കി അങ്ങോട്ട് പോകും. അല്ല, ഇബാദത്ത് എടുക്കുന്നതിന് മുമ്പുള്ള വുളു അത് ഭംഗിയായി അളുദ് വരെ എത്തുക. അഥവാ എവിടം വരെ എത്തണം? അളുദ് വരെ എത്തിക്കുക. അപ്പൊ പൂർത്തിയായി. മറ്റേത് അറ്റപ്പറ്റ നിൽക്കായിരിക്കും. പിന്നെ ഈ ഈ ചുളുങ്ങിയ സ്ഥലം, ഈ ബറാജിമുകൾ, ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. മനസ്സിലായോ? അപ്പൊ ശരിക്കും ഒന്നു എടുക്കുമ്പോൾ സാവധാനം എടുക്കാൻ, ഭംഗിയായി എടുക്കണം. തല തടകാൻ പോകുമ്പോ പലപ്പോഴും ആളുകൾ അങ്ങനല്ല തല തടകാൻ വെള്ളമെടുത്താൽ രണ്ട് കൈകൾ ഈ ഭാഗത്തേക്ക് വെച്ച്, ഇത് മുഖദ്ദമിൽ മുന്നിൽ വെച്ച് ബാക്കിലേക്ക് നേരെ പോവുക. ബാക്കിലേക്ക് എവിടം വരെ? കഫയിൽ വരെ എത്താം. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ ഈ വിരല് കൊണ്ട് ഉള്ളിലേക്ക് എത്തിച്ച് തള്ളവിരലുകൾ പുറകിലേക്ക് തേച്ചുവിടുക. പണിയുണ്ട് കേട്ടാ. മനസ്സിലായോ? പണിയുണ്ട്. ഇത് എളുപ്പപ്പണിയാണ്. എന്ത്? ഇങ്ങനെ ആക്കി പോകുന്ന ആളുകളുണ്ടല്ലോ, അത് ഒന്നുമല്ല. ശരിക്ക് മസഹ ബിറഅസിഹി വഉദ്നൈഹി മറത്തൻ വാഹിദ, മസഹ ജമീഉ റഅസ് മഅൽ ഉദ്നൈൻ, തല മുഴുവനും തടകി ചെവി ഉൾപ്പെടെ മറത്തൻ വാഹിദ, ഒരു പ്രാവശ്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ആ ഒരു പ്രാവശ്യം വളരെ ഭംഗിയായി തന്നെ. ചില സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തലപ്പാവൊന്ന് മുകളിലേക്ക് മാറ്റി ഇങ്ങനെ ഒന്ന് കയറ്റി തലപ്പാവും ഉള്ളിലേക്ക് ആക്കി തലപ്പാവിന്റെ പുറത്തുകൂടിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത് ചില ഹദീസുകളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ശരിക്ക് വുളൂ അങ്ങനെയാണ്. പിന്നെ കാല് കഴുകാൻ നിൽക്കുമ്പോഴും ശ്രദ്ധിക്കണം. ഇന്ന് വളരെ ഈസിയാണ്. എത്രയോ പൈപ്പ് അടുത്തൊക്കെ കൊണ്ടുവന്ന് വെച്ചെന്ന് കാല് കഴുകാൻ വേണ്ടിയിട്ട്. നാലും എന്ത് ചെയ്യും? അവിടെ ഞാൻ നിറച്ചിട്ട് ഇങ്ങോട്ട് പോവാൻ അല്ല. കാല് നനച്ചാലും ഒന്ന് കൈ കൊണ്ട് എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വിരലുകൾ കൊണ്ട് കാലിന്റെ വിരലുകൾക്കിടയിലൂടെ ഒന്ന് അകറ്റിയിരുന്നു എന്നാണ്. അപ്പൊ ഒന്നു എടുക്കാൻ എന്ത് ചെയ്യണം? സമയം വേണം. മറ്റൊരുത്തം പറഞ്ഞ മാതിരിയെ, ഞാൻ ഒന്നു എടുക്കാൻ നിന്നോണ്ട് എനിക്ക് ഒരു റക്അത്ത് എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ. മറ്റവൻ പറഞ്ഞ് ഞാൻ ഒന്നു എടുക്കാൻ നിന്നിരുന്നെങ്കിൽ എനിക്ക് അതും കൂടെ കിട്ടൂലായിരുന്നു. അപ്പോ ഒന്നുകൂടെ എടുക്കാതെ നിസ്കരിക്കാൻ വന്നിക്കണേ. തിരിഞ്ഞോ? അപ്പൊ സാവകാശം ചെയ്താൽ മതി. ജമാഅത്തിന് ഇഖാമത്ത് കൊടുത്താൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? ഓടാൻ പാടില്ല എന്നാണ്. നിങ്ങൾ എന്ത് പറയണം? എങ്ങനെ പോകണം? വഖാറും സകീനത്തുമായി പോകണം. നിങ്ങൾക്ക് ലഭിക്കുന്നത് നിസ്കരിച്ചോളൂ, അതിന് കിട്ടാത്തത് പൂർത്തിയാക്കിക്കോളി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ കൃത്യമായി
വുളു വളരെ ഭംഗിയായി നിർവഹിക്കണം. ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചല്ലോ അല്ലേ? ഇന്ന് മഗ്‌രിബ് നിസ്കരിച്ചല്ലാരും. ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ഇന്ന് മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി വുളു എടുത്ത ആളുകൾ വീട്ടിൽ നിന്ന് എടുത്തു വരുന്നു, അല്ലെങ്കിൽ പള്ളിയിൽ വന്ന് വുളു എടുത്തു നോക്കാം. വുളു എടുത്തതിന് ശേഷമുള്ള പ്രാർത്ഥന മറക്കാതെ ചൊല്ലിയിട്ടുണ്ട് എന്നുറപ്പുള്ള എത്ര ആളുകളുണ്ട് ഈ ഇരിക്കുന്നവരിൽ? ഇങ്ങനെ കൈവന്ന് ഞാൻ ചോദിച്ചിരുന്നുണ്ട്. മാഷാ അല്ലാഹ്, ബറക്കല്ലാഹു ഫീക്കും. അന്ന് മനസ്സിൽ വെച്ചു, പഠിച്ചോനെ ഞാൻ ഇത് പറഞ്ഞോ ഇല്ല. കാരണം നമ്മൾ വമ്പൻ ധൃതിയിലാണ്, പെട്ടെന്ന് ഓടിച്ചെന്തെങ്കിലും ചെയ്ത് പോരാണ്. അപ്പൊ ദുആ മറന്നുപോകും. ഭൂരിപക്ഷ ആളുകളും ദുആക്കലില്ല. അതിന് ഫിഖ്ഹി ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്ത് ചെയ്തു? ഒരു ക്ലോസ് വെച്ചിരുന്നു. ആ ക്ലോസ് പൊട്ടിപ്പോയി. എന്താ ക്ലോസ് എന്നറിയോ? കണ്ണും കയ്യും ആകാശത്തിലേക്ക് ഉയർത്തി ഖിബലക്ക് നേരെ നിന്ന് ആ ദുആ ചെയ്യണമെന്നൊരു ക്ലോസ്. അത് റസൂല പഠിപ്പിച്ചൊന്നും അല്ലട്ടോ, ഓല് എന്ത് ചെയ്താണ്? ഉണ്ടാക്കിയതാണ്. പക്ഷെ ആ ഒരു ക്ലോസ് അവിടെ ഉണ്ടായപ്പോ എല്ലാവരും എന്ത് ചെയ്യും? അത് മനസ്സിലാക്കിയിട്ട് അങ്ങനെ നിൽക്കുന്ന നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതങ്ങോട്ട് പൊട്ടിച്ചു. അങ്ങനൊന്നും ഇല്ല. ഇല്ല എന്നുള്ളത് ശരി തന്നെയാണ്. ഇല്ല എന്ന് പറഞ്ഞപ്പോ നമ്മൾ എന്താക്കി? ദുആ തന്നെ ഇല്ലാന്നായി. എന്തേ ഇല്ലാത്തതുള്ളൂ? കണ്ണും കയ്യും ആകാശത്തിലേക്ക് ഉയർത്തി ഖിബലക്ക് നേരെ നിൽക്കണം എന്നതില്ല. ദുആ ഉണ്ട്. ആ ദുആയുടെ വാല്യൂ എത്രയെന്നറിയോ? ആ ദുആ ഒരാൾ ചെയ്താൽ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുന്ന, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടും. ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാൻ അനുവാദം ലഭിക്കും. ഏതിന്? വുളൂഇന് ശേഷമുള്ള ദുആ ചെയ്താൽ. ഇനി മറന്നുവോ? ഇനി മറന്നുവോ? അപ്പൊ വുളു എടുക്കുമ്പോ ഇത് ഇബാദത്താട്ടോ. വുളു ഇബാദത്താണ്. ആ ഇബാദത്ത് അള്ളാഹു കൽപ്പിച്ചതുപോലെ പിൽക്കാലത്ത് സഹാബികൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഉസ്മാൻ നിങ്ങൾ ആ വുളു ഒന്ന് പഠിപ്പിച്ചേരി. ഉസ്മാൻ റളിയല്ലാഹു പറഞ്ഞു, ഒരു ഖിദഹ് കൊണ്ടുവരൻ, ഒരു പാത്രം വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു. ആ വെള്ളത്തിൽ നിന്ന് ഒരല്പം വെള്ളം എടുത്ത് കൈയൊന്ന് കഴുകിയതിന് ശേഷം അവിടുന്ന് വെള്ളത്തിന്റെ ആ പാത്രത്തിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് വെള്ളം കോരിയെടുത്ത് റസൂലുള്ളാഹി വുളു എടുക്കുന്നത് പോലെ വുളു എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇപ്രകാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്തിരുന്നത്. അപ്പൊ നമ്മൾ എങ്ങനെ വുളു എടുക്കണം? പറയും, എങ്ങനെ വുളു എടുക്കണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വുളു എടുത്ത മാതിരിയാവണം. ഇല്ലെങ്കിൽ ആ വുളു. ഇനി നമുക്ക് നിസ്കാരത്തിലേക്ക് വരാല്ലേ? നമസ്കാരത്തിലേക്ക് വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, 5 നേരത്തെ നമസ്കാരമാണ് നിർബന്ധമായ നിസ്കാരം. അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ? മോനെ എൻ്റെ പേരൊന്ന് പറയാവോ? 5 നേരത്തെ നിസ്കാരത്തിന്റെ പേരൊന്ന് പറയാവോ? ഇശാ, സുബ്ഹ് അല്ലെങ്കിൽ അൽ ഫജ്ർ, പിന്നെ അൽ-ളുഹർ അതായത് വഖത്ത് അൽ-ളഹീറ, അൽ അസ്ർ, അൽ മഗ്രിബ്, അൽ ഇശാ. 5 നേരത്തെ നിസ്കാരമാണ് നിർബന്ധം. അതിന് പുറമെയുള്ള നമസ്കാരങ്ങളിൽ എല്ലാ നിസ്കാരങ്ങളും ഒരുപോലെയല്ല. നമ്മളിപ്പോൾ സാധാരണ പറയാറുള്ളതും പഠിക്കാറുള്ളതും എന്താണ്? സാധാരണ നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരത്തെ കുറിച്ചാണ് പഠിക്കാറുള്ളത്. ഈ ഇരിക്കുന്നവരിൽ എത്ര ആളുകൾക്ക് ഇസ്തിസ്ഖാഇന്റെ രൂപം അറിയാം? എത്ര ആളുകൾക്ക് കുസൂഫിന്റെ രൂപം അറിയാം? ചന്ദ്രഗ്രഹണ നിസ്കാരം, സൂര്യഗ്രഹണ നിസ്കാരത്തിന്റെ രൂപം എത്ര ആളുകൾക്ക് അറിയാൻ പറ്റും? എത്ര ആളുകൾക്ക് ഇസ്തിസ്ഖാ, മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരം എത്ര ആളുകൾക്ക് അറിയാൻ പറ്റും? അപ്പൊ ഓരോ നിസ്കാരത്തിനും പ്രത്യേകതകളുണ്ട്. ഖൗഫിന്റെ നിസ്കാരം, സ്വലാത്തുൽ ഖൗഫ്, ആ നിസ്കാരത്തിന്റെ രൂപം എങ്ങനെയാണ്? സ്വലാത്തുൽ ഖൗഫ്, ഭയം ശക്തിയാകുമ്പോഴുള്ള നിസ്കാരം, അതിന്റെ രൂപം എങ്ങനെയാണ്? അപ്പൊ വ്യത്യസ്തമായ നിസ്കാരങ്ങൾ ഉണ്ട്. ആ നിസ്കാരത്തിന്റെ രൂപവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ നിസ്കാരങ്ങളും പഠിക്കേണ്ടതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന കോമൺ നിസ്കാരത്തെ കുറിച്ചാണ്. അതിലൊന്ന്, നമസ്കാരത്തിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒന്ന് ഞാൻ പറഞ്ഞു ഉളു ആണ്. രണ്ടാമത്തത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിടുക എന്നതാണ്. ഖിബ്ലക്ക് മുന്നിടുക എന്നതാണ്. ഇസ്തിഖ്ബാലുൽ ഖിബ്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു കാര്യം, ഖിബ്ലക്ക് മുന്നിടുക എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാ സന്ദർഭത്തിലും നമ്മൾ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് തന്നെയാണ് നിസ്കരിക്കുന്നത്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഖിബ്ലക്ക് മുന്നിടൽ ആവശ്യമില്ലാത്ത ഘട്ടം, ഖിബ്ലക്ക് മുന്നിടൽ ആവശ്യമില്ലാത്ത ഘട്ടം, അപ്പോഴെങ്ങനെ നിസ്കരിക്കാം? അതെങ്ങനെ നിസ്കരിച്ചാലും മതി. ഉദാഹരണം, ഫ്ലൈറ്റിൽ ഒരാൾ യാത്ര ചെയ്യുന്നു. ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും അയാൾക്ക് ഖിബ്ല നോക്കി തിരിയാനൊന്നും സാധ്യമല്ല. എന്നാൽ ഖിബ്ലക്ക് നേരെ തിരിയാൻ പറ്റുന്ന സാഹചര്യമുള്ള വാഹനമാണെങ്കിലോ, ഉദാഹരണം നമ്മളുടെ പബ്ലിക്, ബസ്, നമ്മുടെ നാട്ടിലൂടെ ഉള്ള ബസ്, അല്ലെങ്കിൽ ട്രെയിൻ, ഇതൊക്കെ നമുക്ക് ഖിബ്ലയുടെ ഏകദേശം മതി കേട്ടോ. ഇപ്പൊ ഈ പള്ളി ഐനുൽ ഖിബ്ലയിലേക്ക് തന്നെ തിരിയണം നിയമമില്ല. ഖിബ്ലയുടെ തൊട്ടടുത്തുള്ളവർക്ക് ഐനുൽ ഖിബ്ല തന്നെയാണ്, അല്ലാത്തവർക്ക് ജിഹത്തുൽ ഖിബ്ലയാണ്. അതല്ലേ? ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർദാഹാ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക്, ജിഹത്താണ് വിഷയം. അപ്പൊ ട്രെയിനിൽ ഇരിക്കുന്ന ഒരാൾ ഖിബ്ലയുടെ ഭാഗം മനസ്സിലായിട്ടാൽ അയാളുടെ ആദ്യത്തെ റക്അത്തിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിൽ അതിന്റെ നേരെ തിരിയുക, ബാക്കി ഇഷ്ടമുള്ളതുപോലെ പോവുക. സ്വന്തം വാഹനത്തിലാണെങ്കിൽ അയാൾ ഖിബ്ലക്ക് നേരെ തിരിച്ചു നിർത്തണം. നമസ്കാരം മുഴുവനും ഖിബ്ലക്ക് നേരെ തന്നെ ആവണം. മനസ്സിലായോ? അപ്പൊ ഖിബ്ലക്ക് മുന്നിടുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൽ ഇളവ് നൽകപ്പെട്ടത് ഈ ചില വിഷയങ്ങളിൽ മാത്രമാണ് എന്നത് മനസ്സിലാക്കണം. ഖിബ്ലക്ക് നേരെ അല്ലാത്ത നിസ്കാരങ്ങൾ ഒന്നും തന്നെ ശരിയാവൂല. ഒന്നെങ്കിൽ ഐനുൽ ഖിബ്ലയാവണം, അല്ലെങ്കിൽ ജിഹത്തുൽ ഖിബ്ലയാവണം, അല്ലെങ്കിൽ അയാൾ ഖിബ്ലയെ കുറിച്ച് അന്വേഷണം നടത്തണം. ഈ ഭാഗത്ത് എവിടെയാണ് ഖിബ്ല വരിക എന്ന് വെച്ചാൽ, നമ്മുടെ നാടിന്റെ സിറ്റുവേഷൻ അനുസരിച്ച് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുക? തിരിയ. അതാണ് ഖിബ്ലയുടെ ഭാഗം എന്നാണ്. അപ്പൊ സ്വാഭാവികമായും അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യുകയും വേണം എന്നതാണ്. അതാണ് ഖിബ്ലക്ക് മുന്നിടുക എന്നത്. ഇനി ശ്രദ്ധിക്കണം, ഞാനൊരു കാര്യം കാണിച്ചു തരാം. നമസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന ഒരാൾ, അയാൾ നിന്നുകൊണ്ടാണല്ലോ ഭൂരിപക്ഷവും നിസ്കരിക്കുക. നിൽക്കുന്നയാൾ അയാളുടെ കാലുകൾ ഇങ്ങനെയല്ല വെക്കേണ്ടത്. കാലുകൾ നേരെയാണ് വെക്കേണ്ടത്. ഖദ്റ ശിബിരിൻ, ഒരു ചാൺ അകലത്തിൽ, ഏറ്റവും ചുരുങ്ങിയത് അങ്ങനെ അകറ്റി നിൽക്കുക എന്നുള്ളതാണ്. ഇത് ഒറ്റക്ക് നിസ്കരിക്കുന്ന ഒരാളുടെ പ്രത്യേകതയാണ്. ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളുകളുടെ പ്രത്യേകതയാണ്. അതേ സമയത്ത് ഒന്നിലധികം ആളുകൾ പള്ളിയിൽ ജമാഅത്ത് നിർവഹിക്കുകയാണ് എങ്കിൽ അവരെങ്ങനെ നിൽക്കണം? അവര് നിൽക്കേണ്ടത്, എല്ലാ ഇമാമുമാരും പറയും ഇസ്തൗ ഇസ്തൗ. കേട്ടില്ലേ? മക്കത്തിൽ നിന്നൊക്കെ കേൾക്കാം. സുഫൂഫക്കും ഫഇന്ന തസ്വിയത الصف من تمام الصلاة ولا تدع فرجات للشيطان حاذوا بين المناقب والأقدام. ഇതൊക്കെ നമ്മൾ കേൾക്കലുണ്ട് അല്ലേ? എന്താണ് പറഞ്ഞത്? മക്കളെല്ലാവരും എഴുന്നേറ്റ് വരും. വാ മക്കൾക്ക് എന്നിട്ട് വാ മക്കള് വാ. മക്കളോട് നിൽക്കും, ഇങ്ങനെ നിരനിൽക്കും, സഫായിട്ട് നിൽക്കും. ഇങ്ങോട്ട് തിരിഞ്ഞ് ഓൽക്ക് അവിടെയാണ് കാണേണ്ടത്.
സഫായിട്ട് നിൽക്കാം. സഫായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. എന്ത്? സുഫുഫക്കും, നിങ്ങളുടെ സഫുകൾ നിങ്ങൾ ശരിയാകുക, ശരിപ്പെടുത്തുക. ഹാദു ബൈനൽ മനാഖിബി വല്ലഖ്ദാം, നിങ്ങളുടെ കാലിന്റെ പുറകുഭാഗവും നിങ്ങളുടെ ചുമലുകളും ചേർത്ത് വെക്കുക. അപ്പൊ എങ്ങനെ വെക്കും? രണ്ടുപേരുടെയും കാലിന്റെ പുറം ഭാഗം ചേർത്ത് വെച്ചാണ്. കുതികാല് ചേർത്ത് വെക്കി, കുതികാല് ചേർത്ത് വെക്കി. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ഇങ്ങോട്ട് എല്ലാവരുടെയും തോൾ അടുത്തിട്ടല്ലേ ഉള്ളത്? അല്ലേ? അടുത്തിട്ടല്ലേ ഉള്ളത്? ഇവിടെ ഇരിക്കുന്ന ആളുകളോടൊക്കെ ഞാൻ പറയാം, ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെ, MSMന്റെ കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിച്ചോളൂ, മറ്റുള്ളവർ ശ്രദ്ധിക്കാം. ഖിയാമിൽ നിൽക്കുന്ന ഒരാൾ സഫിൽ നിൽക്കുന്നത് ഇങ്ങനെയാണ്. നമ്മളിവിടെ സഫ് നിൽക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഓരോരുത്തർക്കും അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ്. എനിക്കത്ര സ്ഥലം വേണം, ഓനിക്ക് അത്ര സ്ഥലം. അപ്പൊ ശരിക്കും ഇങ്ങനെ ചേർന്ന് നിൽക്കണം. അതാണ് ഈ വിളിച്ചു പറയണത്. എന്നിട്ട് ഒറ്റ വാക്കുകൂടിയുണ്ട്, വലാ തദ്ഉ ഫുർജാത്തിൽ ലിശൈത്താൻ, നിങ്ങൾ പിശാചിന് വിടവുണ്ടാക്കി കൊടുക്കരുത്. വിടവുണ്ടാക്കി കൊടുക്കും. ഇനി കാലൊക്കെ വിട്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിന്നാണ്, കാലൊക്കെ വിട്ട് നിങ്ങൾ ഇഷ്ടമുള്ളത് നിൽക്കും. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിനെതിരാണ് ഈ നൃത്തം. നോക്കുങ്ങൾ, നിങ്ങൾ അവിടുന്ന് കാണാൻ വേണ്ടിയ മക്കളെ ഞാൻ അങ്ങോട്ട് തിരിച്ചു നിർത്തിയേക്കണം. ഈ നൃത്തം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചതിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഫ് നിൽക്കാൻ വേണ്ടി സഫികൾ നിന്നാൽ റസൂൽ പറയും, തഖദ്ദം യാ ഫുലാൻ വതഅഖർ യാ ഫുലാൻ, അല്പം മുന്നോട്ട് നിൽക്കണോ, അല്പം ബാക്കിലേക്ക് നിൽക്കണോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോകും. ഒന്നാമത്തെ സഫ്, രണ്ടാമത്തെ സഫിലൊക്കെ ഇങ്ങനെ നോക്കും. ഒക്കെ ശരിയാണെന്ന് കണ്ടാൽ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം തുടങ്ങുള്ളൂ. സഫ് റെഡിയായിട്ടില്ലെങ്കിൽ റെഡിയാക്കാൻ പറയും. കുറെ അപ്പുറത്ത് സഫ് ഉണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞു നിൽക്കും, ഒന്ന് നോക്കുകയാണ് ഒക്കെ റെഡിയല്ലേ. ഞാൻ ഈ വർത്താനം കേട്ടില്ല, ഇവിടെ നമ്മുടെ സമ്മേളനങ്ങളിൽ മാത്രം എന്ത് കണ്ടിട്ടുള്ളത്. സമ്മേളനങ്ങളിലൊക്കെ പറയും ആ സഫ് റെഡി ആയിട്ടില്ല, ഈ സഫ് റെഡി ആയിട്ടില്ല, അങ്ങനൊക്കെ പറയും. പക്ഷെ പള്ളികളിൽ ആരും ശ്രദ്ധിക്കും കാണുന്നില്ല. ഒന്നുണ്ട്, രണ്ടുണ്ട്, മൂന്ന് സഫൊക്കെ ഉണ്ടെങ്കിലും ആരും ശ്രദ്ധിക്കണില്ല. ഓലൊക്കെ നിന്നോ, നിന്നോളി എന്ന് പറഞ്ഞു പോ. അല്ല, നിർത്തിയിട്ടുണ്ടോ നോക്കാം. ഉണ്ട്, ഇല്ലെങ്കിൽ എന്താ അറിയോ, സ്വഫ് പൂർത്തിയാക്കുക എന്നത് നമസ്കാരത്തിന്റെ പൂർത്തീകരണത്തിൽപ്പെട്ടതാണ് എന്നാണ്. അപ്പൊ നമ്മുടെ നമസ്കാരം പൂർത്തിയാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കണ്ടേ, വേണ്ടേ? അപ്പൊ മക്കള് നേരത്തെ ഞാൻ പറഞ്ഞോളൂ, ഒന്നുകൂടെ ഒന്നാണ് നേരത്തെ പറഞ്ഞോളേക്ക് കാലുകളൊക്കെ രണ്ടുപേരെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടുപ്പിച്ച് കണ്ടോ? ഈ നിൽക്കുന്ന സ്വഫ്, ഇതിന്റെ ഒരു ഭംഗി എന്താ? ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സ്വഫാ കഅന്നഹും ബുൻയാനും മർസൂസ്. ഇതിന്റെ രണ്ട് ഭാഗങ്ങൾ എങ്ങനെയാ ചേർന്നിരിക്കുന്നത്? ഈ ഭാഗം എങ്ങനെയാണോ ചേർക്കപ്പെട്ടത് അങ്ങനെ സ്വഫായി നിൽക്കുന്ന ആളുകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. ഈ മക്കൾ വരുന്നത് ഞാൻ വിളിക്കട്ടോ നിങ്ങളെ, ഇടക്കിടക്ക് ആവശ്യമുണ്ട് നിങ്ങളെ. ഇതാണ് ശരിക്കും ഖിയാമിൽ, ഒരു മനുഷ്യൻ ഖിയാമിൽ നിൽക്കേണ്ടുന്ന രൂപം അങ്ങനെയാണ്. ഇങ്ങനെ നിന്നുകൊണ്ട് വേണം നിസ്കരിക്കാൻ. അതിപ്പോ ആദ്യത്തെ റക്അത്തിൽ എല്ലാവരും അങ്ങനെ ക്ലിയർ ആയിട്ട് നിന്ന് നിസ്കാരം തുടങ്ങി. രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേറ്റാൽ പിന്നെ എനിക്ക് തോന്നിയ പോലെ അല്ല. രണ്ടാമത്തെ റക്അത്തിൽ എഴുന്നേറ്റാൽ ആദ്യം ശരിപ്പെടുത്തേണ്ടത് കാലുകൾ ക്ലിയർ ആണോ എന്ന് ആദ്യം ശരിപ്പെടുത്തണം. പല ആളുകളും പറയും നിസ്കാരത്തിൽ എന്താണെന്ന് ശ്രദ്ധ കിട്ടുന്നില്ല. നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ നീ ചെയ്യണ എന്താണെന്ന് നീ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നിസ്കാരത്തിൽ ശ്രദ്ധ കിട്ടാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഓരോ റക്അത്തിലും എഴുന്നേറ്റ് വരുമ്പോൾ കാലുകൾ ക്ലിയർ ആയിട്ട് വെച്ച് സ്വഫ് നിൽക്കുന്നു എന്ന് ഉറപ്പിക്കണം. അപ്പൊ ഖിയാമാണ് പ്രധാനപ്പെട്ട വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഖിയാം നിൽക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിൽക്കാൻ കഴിവുള്ളവരൊക്കെ എന്ത് ചെയ്യണം? നിൽക്കണം. കഴിയാത്ത ആളുകൾക്ക് ഇരിക്കാം, ഇരുന്ന് നിസ്കരിക്കാം.
ഇരുന്ന് നിസ്കരിക്കുമ്പോൾ ഇപ്പോഴത്തെ രൂപമാണ് എന്ത് കസേരകൾ സൗകര്യപ്രദമായ ഒരു സംഗതിയായിട്ട് വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ നിസ്കരിക്കാൻ ഇരിക്കേണ്ട രൂപം എങ്ങനെയാണ്? ഒന്നെങ്കിൽ ചമ്രം പടിഞ്ഞിരിക്കുക, ചമ്രം പടിഞ്ഞിരിക്കുക, അവനിരിക്കണ പോലെ ചമ്രം പടിഞ്ഞിരിക്കുക, അല്ലെങ്കിൽ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന പോലെ ഇരിക്കുക. ഇനി ഒന്നും കഴിയൂലേ? മോന്റെ രണ്ട് കാലം നീട്ടിക്കാൻ, ഇതാ രണ്ട് കാലം മുന്നിലേക്ക് നീട്ടി വെച്ചിട്ട് ഇരിക്കുക. അപ്പോൾ അയാളുടെ ഖിയാമ് ഇരുത്തമാണ്. അയാളുടെ റുക്കൂഅ് സുജൂദ് റുക്കൂഇനേക്കാൾ കുനിയണം എന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ഖിയാമിൽ നിൽക്കുന്നയാൾ അയാൾ ഇരുന്ന് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ ഇരുന്ന് നിസ്കരിച്ചോട്ടെ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നിനക്ക് നിൽക്കാൻ കഴിയുണ്ടെങ്കിൽ നിൽക്കുക, അതിന് കഴിയില്ലെങ്കിൽ ഇരിക്കുക, അതിന് കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യണം? ചെരിഞ്ഞു കിടക്കണം, ചെരിഞ്ഞു കിടക്കുക. അതിനും കഴിയില്ലെങ്കിലോ മലർന്നു കിടക്കാം. അത് കിടന്നു, ഇനി വേറെ ഒന്നും കഴിയില്ല എങ്കിലോ അയാൾ ആംഗ്യം കാണിച്ചാൽ മതി. ആംഗ്യം കൊണ്ട് നമസ്കരിക്കുക. മാദാമ അഖ്ലുഹു സാബിതൻ, ഒരു മനുഷ്യന്റെ ബുദ്ധി സ്ഥിരത ഉള്ളിടത്തോളം കാലം എന്ത് ചെയ്യണം? നിസ്കരിക്കണമെന്ന് തന്നെയാണ് നിയമം. ശരി, അപ്പൊ ഞാൻ അതും കൂടെ പറഞ്ഞതാണ്. ഖിയാമ് അങ്ങനെയാണ്. ഇനി മറ്റൊരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുണ്ട്. നിസ്കരിക്കുന്ന ഒരാൾ ശ്രദ്ധിക്കണേ. നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പോണേ ഉള്ളൂ. നിസ്കരിക്കുന്ന ആളുകൾ എവിടെ നിസ്കരിച്ചാലും അയാൾ നിസ്കരിക്കുന്നതിന്റെ മുന്നിൽ ഒരു മറ നിർബന്ധമാണ്. മറ നിർബന്ധമാണ്. മറ എന്ന് പറയുന്നത് ഒരു ഉയർന്നതാണ്, ഒരു ദിറാ. ആ ഇരിക്കുന്ന സാധനം ഇതല്ലേ മുനങ്ങെടുത്തു എടുത്തു. ശരിക്ക് ഒരു സുത്രത്വം ഉണ്ടാവണം എന്നാണ്. ഇതൊരു സുത്രത്താണ്. ശരിക്ക് ദിറാ ആണ് അതിൻ്റെ ഒരു സാധാരണ അളവ്, അല്ലെങ്കിൽ ഒരു 2-3 ചാണ്ട് അത്രേ ഉണ്ടാവുള്ളൂ. ഇതുപോലെ ഒന്ന് അയാളുടെ നിസ്കാരത്തിൽ സുജൂദിന്റെ മുമ്പിലായി വച്ചിരിക്കണം. എന്തിനാണ്? അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിസ്കരിക്കുന്നൊരാൾ നിസ്കരിക്കരുത് ഇലാ സുത്ര, മറയില്ലാതെ നിസ്കരിക്കാൻ പാടില്ല. മറ വേണം. പള്ളികളിലാണെങ്കിൽ തൂണുണ്ട്. ഇവിടെ മാഷാ അല്ലാഹ് വിശാലമായ പള്ളിയാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഇങ്ങനത്തെ സാധനങ്ങൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇത് ഷോയ്ക്ക് വെച്ചതല്ല. കാരണം അയാൾ ഒരു സുത്ര ഇവിടെ വെച്ചു, എന്നിട്ട് ഞാൻ ഇവിടെ നിസ്കരിക്കാൻ നിന്നാൽ ഇനി ഇതിന്റെ ഇടയിൽ കൂടി നടക്കൽ, ഇതിന്റെ ഇടയിൽ കൂടി വേറൊരാൾ നടക്കൽ പാടില്ല. ഇനി നടന്നാൽ എന്ത് ചെയ്യണം? അയാളെ തടയണം. അയാൾ വീണ്ടും വന്നാലോ വീണ്ടും തടയണം. ഇനി അന്റെ തടച്ചിൽ അല്പം ശക്തിയായി പോയി ഓന് ദേഹത്തിന് എന്തെങ്കിലും ഉപദ്രവം വന്നാലും കുഴപ്പമില്ല, തടഞ്ഞിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു സുത്രത്ത് നിർബന്ധമാണ്. സുത്ര ഇല്ലാതെ നിസ്കരിക്കല്ല. തുസ്വല്ലി ഇലാ സുത്ര. അത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അതുകൊണ്ട് തന്നെ നിസ്കരിക്കുമ്പോൾ അത് ശ്രദ്ധിക്കണം. കഴിയുമ്പോൾ എന്ത് ചെയ്യുക? ഇതിന്റെ മുന്നിലേക്ക് വന്ന് നിസ്കരിച്ചാൽ പിന്നെ ഒരു സുത്രയുടെ ആവശ്യമില്ല. പുറയിലാണ് നിസ്കരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യാം? ആരുമില്ല, ഒരു കസേര എടുത്ത് മുന്നിൽ വെക്കുക. അല്ലെങ്കിൽ ഇത് സുത്ര വെക്കാൻ ഒന്നും കിട്ടുന്നില്ല എന്ന് നോക്കുക. പല ഹൈത്തൻ എന്നൊക്കെ ചില പണ്ഡിതന്മാർ പറഞ്ഞാണ്, ഒരു നൂലെങ്കിലും എന്ത് ചെയ്യണം? അവിടെ അടയാളത്തിന് വെക്കണം, ഇത് എന്റെ സുത്രയാണെന്ന് കാണിക്കാൻ. ഇത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അപ്പോ പ്രവാചകന്റെ വാക്കൊന്നും കൂടെ ഞാൻ പറഞ്ഞോട്ടെ. പ്രവാചകൻ ശാസം പറയാം, ശ്രദ്ധിച്ചോണേ, നീ തടഞ്ഞിട്ടും അവൻ നിൽക്കാതെ മുന്നോട്ട് വന്നാൽ നീ അവനോട് സമരം ചെയ്യണം, യുദ്ധം ചെയ്യണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം എന്താ? അവന്റെ കൂടെ ഒരു പിശാചുണ്ട്.
എന്റെ നിസ്കാരം നശിപ്പിക്കാൻ വേണ്ടി വരികയാണവൻ. അതുകൊണ്ട് എന്ത് ചെയ്യണം? തടുക്കണം. പിശാചിനെ കണ്ടിട്ടുണ്ടാ? ആ, പിശാചിനെ നേരിട്ട് കാണാൻ പറ്റിയ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ട്. അതൊന്നിതാണ്. കാരണം അവന്റെ കൂടെ ആരുണ്ടാവും? ഒരു പിശാചുണ്ടാവും. രണ്ടാമതിന് പിശാചിനെ കാണണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? രണ്ടാളുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളിന് അവിടെ ആരുണ്ട്? ആ രണ്ടുപേരും പിശാചാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ഒരാൾ വന്ന് ചീത്ത വിളിക്കുന്നു. സിദ്ദീഖുൽ അക്ബർ ഒന്നും മിണ്ടാതെ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. കുറെ കേട്ട് കഴിഞ്ഞപ്പോൾ സിദ്ദീഖുൽ അക്ബർ എന്ത് ചെയ്തു? തിരിച്ചങ്ങട്ട് അതേപോലെ അങ്ങോട്ട് ദേഷ്യപ്പെട്ട് ചീത്ത വിളിക്കുക, അങ്ങോട്ട് ആക്ഷേപിച്ചു. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റ് അങ്ങ് പോയി. സിദ്ദീഖുൽ അക്ബറിന് ഭയങ്കര വിഷമായി. പിന്നീട് റസൂലാണ് ചോദിച്ചു, പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സിദ്ദീഖ്, നിങ്ങള് അയാൾ ചീത്ത വിളിച്ചപ്പോഴും പരിഹസിച്ചപ്പോഴും എല്ലാം നിങ്ങൾ ചിരിച്ചുകൊണ്ടിരുന്നല്ലോ. ആ സമയത്ത് മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആരൊക്കെയായിരുന്നു. നിങ്ങൾ തിരിച്ച് അയാളെ ചീത്ത വിളിക്കാൻ അല്ലെങ്കിൽ ശകാരിക്കാൻ തുടങ്ങിയപ്പോ മലക്കുകൾ പോയി, പിശാച് നിന്റെ അടുത്ത് വന്നു, ഞാനും പിശാച് ഒരിടത്ത് ഇരിക്കൂലെന്ന് നിനക്കറിയില്ലേ സിദ്ദീഖേ? അപ്പൊ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കണ്ടാൽ ആരാണത്? അവന്റെ കൂടെ ഒരു പിശാചുണ്ട് എന്നാണ്. അവിടെയാണ് റസൂല പറഞ്ഞ വാക്ക്, സുത്രത്തിന്റെ മുള്ളിൽ കൂടെ നടക്കാൻ സമ്മതിക്കരുത്, തടയണം. ചില ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇത് സാധാരണ പള്ളികളിൽ മാത്രമാണ്, ഹറമിൽ അത് ബാധകല്ല എന്നാണ്. അല്ല, എല്ലാ പള്ളികളിലും അത് ബാധകമാണ്. എല്ലാ പള്ളികളിലും ബാധക. ഇപ്പോ ഈ അടുത്ത കാലം മുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം, ഹറമിന്റെ ഉള്ളിലെ സ്ഥലങ്ങളിൽ മുസല്ല ഇടുമ്പോൾ ആ മുസല്ലയുടെ രണ്ട് മുസല്ലയുടെ ഇടയിൽ നടക്കാനുള്ളൊരു ചെറിയ വഴിയുണ്ട്. ഒരു വഴിയുണ്ടെന്നാണ്. ഉദാഹരണം പറയാം, ഇതൊരു മുസല്ലയാണ്. ഇവിടുന്നാണ് നിസ്കരിക്കുന്നതെങ്കിൽ അടുത്ത മുസല്ലക്കാരന്റെ അടയാളം ഇവിടം വരെ ആയിരിക്കും. അങ്ങനെയെങ്കിൽ ഈ ഭാഗം എന്താണ്? ക്രോസിംഗ് സാധനമാണത്. ഇപ്പൊ ചില പള്ളികളിലൊക്കെ സൈഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ക്രോസിംഗ് ഇട്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? ആ നിസ്കരിക്കുന്ന ആളെ തടസ്സപ്പെടുത്താതെ പോയി പുറത്തേക്ക് എത്താവുന്ന രൂപമുണ്ട്. മനസ്സിലായോ? അപ്പോ നടന്നു പോകുന്നവൻ ഈ സുത്രയുടെ മുന്നിലൂടെ പോകാൻ പാടുള്ളൂ, ഇടയിലൂടെ പോകാൻ പാടില്ല. അപ്പൊ സുത്ര നിർബന്ധമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഏകദേശം ഞാനിപ്പം ഇസ്തിഖ്ബാൽ ഖിബ്ലയും ഖിയാമിന്റെ പ്രത്യേകതയുമാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ നേരെ അടുത്തതിലേക്ക് വരാം. ഇനി നമ്മൾ ഇസ്തിഖ്ബാൽ ഖിബ്ല കഴിഞ്ഞു, നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി നിന്നു. സാധാരണഗതിയിൽ തർത്തീബായി പറയുമ്പോൾ പിന്നെ പറയാനുള്ളത് നീയത്താണ്. നീയത്ത് എന്നതൊരു പ്രത്യേക രൂപമുള്ള സാധനമല്ല. സാധാരണഗതിയിൽ ചെറുപ്പം മുതലേ പഠിച്ചു വന്നത് ചില ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് ഞാൻ കണ്ടൊരു സംഗതി പറയട്ടെ. ഇഖാമത്ത് കൊടുത്തു കഴിഞ്ഞു, ഇഖാമത്ത് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ ഇവിടുന്നൊക്കെ ശബ്ദം കേട്ടു. ഞാൻ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ചില ആളുകൾ അത് ഇങ്ങോട്ട് ആവർത്തിക്കുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഓലും എന്ത് ചെയ്യുന്നു. ചില ആളുകൾ ഹഖൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയും. അതൊക്കെ പഴയ സാധനമാണ്, പഴയ ചില സംഗതികളുണ്ട്, അതിൻ്റെ ബാക്കി സാധനങ്ങളാണ്. അതിൽ പെട്ടതാണ് ഈ നിയ്യത്ത്. ഉസ്വല്ലി ഫർദൽ ഇശാ അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ അൽ ഖിബ്ലത്തി മഅൽ ഇമാമി അദാഅൻ ലില്ലാഹി തആല. ഇതാണ് നിയ്യത്തിന്റെ ഫോർമാറ്റായിട്ട് ആളുകൾ പഠിച്ചു വെച്ചിട്ടുള്ളത്. ഉസ്വല്ലി ഫർദൽ ഇശാ അർബഅ റകഅത്തിൻ മുതവജ്ജിഹൻ അൽ ഖിബ്ലത്തി മഅൽ ഇമാമി അദാഅൻ ലില്ലാഹി തആല. ഞാൻ ഇശാ എന്ന ഫർള് നമസ്കാരം ഖിബലക്ക് മുന്നിട്ടവനായ നിലയിൽ ഇമാമിനെ തുടർന്ന് അദാ ആയി അള്ളാഹ്ക്ക് വേണ്ടി നിസ്കരിക്കുന്നു. ഇങ്ങനെയാണ് നിയ്യത്ത് പറയാന്ന് പറയാം. അങ്ങനെ ഇല്ല. പിന്നെന്താ? ഈ പറഞ്ഞതൊക്കെ കൽബിൽ ഉണ്ടാവണമെന്നേ ഉള്ളൂ. ഞാൻ നിസ്കരിക്കുന്നത് ഇശാ ആണെന്ന് കൽബിൽ ഉണ്ടാവണം. മനസ്സിലായോ? ഫർള് നിസ്കരിക്കുകയാണെന്ന് കൽബിലുണ്ടതാണ്.
നിയ്യത്ത് എന്ന് പറഞ്ഞാൽ ഐ അൽ ഖസ്ദു വ അസീമത്തുൽ ഖൽബ്, കരുതലാണ്, ഹൃദയത്തിന്റെ തീരുമാനത്തിനാണ് നിയ്യത്ത് എന്ന് പറയാം. അപ്പൊ മനസ്സിൽ എന്ത് ചെയ്യാം? അപ്പൊ നിയ്യത്ത് എന്താണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഓരോ മനുഷ്യനും തീരുമാനിക്കലാണ്, അവന്റെ മനസ്സിലുള്ള തീരുമാനത്തിനെയാണ് നിയ്യത്ത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഹനഫി പണ്ഡിതന്മാർ ചില ആളുകൾ പറഞ്ഞു, അയാൾ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നത് തന്നെ നിസ്കരിക്കാനാണല്ലോ, ആ തീരുമാനം തന്നെ അതന്നെയാണെന്ത് നിയ്യത്ത്. ഇനി പ്രത്യേകം വന്ന് നിന്നിട്ട് എന്ത് വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ വാക്കുകളൊന്നും ഉരുവിടേണ്ട ആവശ്യം ഇല്ല, മനസ്സിലെ തീരുമാനത്തിലാണ് നിയ്യത്ത് എന്ന് പറയാം. ഇനി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ പോവാണ് നമ്മൾ. നമസ്കാരത്തിന്റെ പ്രവേശന കവാടം എന്ന് പറയുന്നത് തക്ബീറത്തുൽ ഇഹ്റാമാണ്. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് പറയണം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിഫ്താഹു സ്വലാത്തി അത്ത്ഹൂർ വതഹ്രീമുഹാ അത്തക്ബീർ വതഹ്ലീലുഹാ അത്തസ്ലീം. മിഫ്താഹു സ്വലാ അത്ത്ഹൂർ, നമസ്കാരത്തിന്റെ താക്കോൽ എന്ന് പറയുന്നത് ശുദ്ധിയാണ്. വതഹ്രീമുഹാ അത്തക്ബീർ, നമസ്കാരം അല്ലാത്ത വിഷയങ്ങളെല്ലാം നിഷിദ്ധമാക്കുന്ന വാക്ക് അല്ലാഹു അക്ബർ എന്നതാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹു അക്ബർ എന്ന് പറയുന്നതോടുകൂടി അതുവരെ അയാൾക്ക് അനുവദിച്ച പലതും പാടില്ലാത്തതാകും. തിന്നാൻ പാടില്ല, കുടിക്കാൻ പാടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പാടില്ല, നടക്കാൻ പാടില്ല. ഇതൊക്കെ എന്ത് ചെയ്യും? ഈ തക്ബീറോട് കൂടി വരുന്നതാണ്. അതുകൊണ്ടാണ് തഹ്രീമുഹാ അത്തക്ബീർ വതഹ്ലീലുഹാ അത്തസ്ലീം. പിന്നെ എല്ലാം ഹലാലായി തീർന്നപ്പോഴാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് എന്ന് സലാം വിട്ടുമ്പോഴാണ്. അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറയണം. അല്ലാഹു അക്ബർ എന്ന് പറയൽ എല്ലാവർക്കും നിർബന്ധമാണ്. എല്ലാവരും പറയണം, എല്ലാവരും പറയണം. അത് ഇമാമാവട്ടെ, മൗമൂമാവട്ടെ, ആരാവട്ടെ, എല്ലാവരും. ഇനി അടുത്തത്, അല്ലാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ കൈയുള്ള ആളുകളൊക്കെ കൈ ഉയർത്തി കെട്ടണം. കൈ കെട്ടാൻ കഴിയുന്ന ആളുകൾ എല്ലാവരും കൈ കെട്ടണം. എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്? നമ്മളെ നാട്ടിൽ നമ്മളിപ്പോ ഒരു വരിയിൽ നിന്നാൽ ആളുകൾക്ക് ഇഷ്ടമുള്ളതുപോലെയാണ് കൈ ഉയർത്തുന്നത്. എങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൊക്കെ നമുക്ക് കാണാവുന്നത്, കൈകൾ രണ്ടും വിരലുകൾ ഒരൽപ്പം അകറ്റി പിടിച്ചുകൊണ്ട്, കൈകൾ രണ്ട് വിരലുകളും വിരലുകൾ ഒരൽപ്പം അകറ്റി പിടിച്ച് ചുമലിന്റെ നേരെ, രണ്ട് ചുമലുകൾക്ക് നേരെ ഒരൽപ്പം കൂടി കയറിയാൽ ചെവിയുടെ ഈ ചെവിക്കുന്നി എന്ന് പറയുന്നത് ഇതിന്റെ നേരെ, അതിൽ തൊടണ്ട ഇല്ല കേട്ടോ, തൊടാൻ പാടില്ല എന്നാണ്. തൊടുക എന്നത് ബിദ്അത്താണെന്നാണ് പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്. കാരണം ഈ പിൽക്കാലത്ത് തുടങ്ങിയതാണ് എന്ത്, ചെവിയിൽ വന്നിട്ട് ഇങ്ങനെ തൊടാന്ന്. തൊടലല്ല, ശഹ്മത്തൈ ഉദ്നി, ഈ രണ്ട് ചെവിയുടെ കുന്നിയുടെ നേരെ കൈ എത്തുക. ഒന്നെങ്കിൽ ചുമലിന്റെ നേരെ വെക്കാം, അല്ലെങ്കിൽ ചെവി കുന്നിക്കു നേരെ കൈ എത്തുക. ഇങ്ങനെയാണ് കൈ ഉയർത്തേണ്ടത്. ഇല്ല, ഇങ്ങനല്ല കൈ ഉയർത്താൻ. ചില ആൾ വന്നിട്ട് ഇങ്ങനെ ആക്കി കൈ ഉയർത്തി, ചില ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെയല്ല, കൈ ചുമലിന്റെ നേരെ വരണം, അല്ലെങ്കിൽ ഷഹ്മത്തുദ്ദിന് നേരെ വരണം. ഇനി ആ കുട്ടികളൊക്കെ ഒന്ന് കൈവക്കിക്കാണ്, കൈ ഒന്ന് വെച്ചാൽ, ചെക്കന്മാരൊക്കെ കൈവക്കി, ഞാൻ കൈവച്ചതുപോലെ വെക്കി. ശരിക്ക് കൈ ഇങ്ങനെ വെക്കണം. ഇപ്പൊ ഇനി കൈ താത്തില്ല, ഇനി ഇങ്ങനെ കെട്ടിക്ക, ഇങ്ങനെ വെച്ചാണ് കൈ, ഇങ്ങനെ വെറുതെ വെച്ചാ കൈക്ക് വല്ല കുഴപ്പമുണ്ടോ? ഇല്ല. ഇങ്ങനൊന്ന് വെച്ചാലോ, ഇങ്ങനെ വെക്കുമ്പോ കൈക്കൊരെന്ത് വരുന്നുണ്ട്? കൈക്കൊരു ബലം വരുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താ അറിയോ? ഞാനിപ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിലായി. അപ്പൊ കൈകൾ അല്പം വിരലുകൾ ചെറുതായി വിടർത്തി പിടിച്ച് ഒന്നെങ്കിൽ
ചുമലുകൾക്ക് നേരെയോ അല്ലെങ്കിൽ ചെവി കുന്നിയിലേക്ക് നേരിടുന്ന ഒരു രൂപത്തിൽ കൈ ഉയർത്തുക. ക്ലിയർ അല്ലേ? കൈ ഉയർത്തിയില്ലേ? നീ കേട്ടണ്ടേ? ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ട് വരുന്ന ചില ആളുകൾ, പ്രത്യേകിച്ച് സൗദിയിലൊക്കെ ഉൾപ്രദേശങ്ങൾക്ക് താമസിക്കുന്ന ആളുകളൊക്കെ ഓലെ കൈകെട്ടുന്ന രൂപമുണ്ട്. ഓല ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നാട്ടിയിട്ട് ഇങ്ങനെ വെക്കലുണ്ട്. അത് ചില അറബികളൊക്കെ കാണിക്കുന്ന കണ്ടിട്ടാണ് എന്ത് ചെയ്യാം, മഹാവിഡിത്തമാണ്. ഈ അറബികൾ ചെയ്യണ ഒക്കെ തെളിവായിട്ട് വെക്കരുത് കേട്ടാ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ വന്നിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരു ചാനലിലുള്ള ഒരു പെൺകുട്ടി പ്രായം കുറഞ്ഞതും പ്രായം കൂടിയതുമായ ആളുകൾ എടുത്തിട്ട് എന്നത് പറഞ്ഞു, ഒരു സൂറത്തിന്റെ തുടക്കം ഞാൻ ഓതാം, അതൊന്ന് പൂർത്തിയാക്കുമെന്ന് ചോദിച്ചു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ. ബാക്കി ഓതി. സ്ത്രീകളും പുരുഷന്മാരും അടക്കം അറബികളിൽ ഭൂരിപക്ഷത്തിനും ബാക്കി അറിയില്ല. ഓല് ഇന്റർവ്യൂ ചെയ്ത ഭൂരിപക്ഷ ആളുകൾക്കും അറിയില്ല. ഓല് പറഞ്ഞു മറന്നുപോയി. മോനെ ഒന്ന് ഓദിക്കാം, സൂറത്തുൽ ഫീൽ ഒന്ന് ഓദിക്കാം. ഹലോ, നമ്മളെ കൂട്ടത്തിലെ കുഞ്ഞൻ കുട്ടിക്കറിയാതെ നമ്മള് പറയുമ്പോ പോലെ അറബി ഭാഷ സംസാരിക്കുന്നവരാണ്. അപ്പൊ ഓലെ ചെയ്യണ കണ്ടിട്ട് എന്ത് ചെയ്യണ്ട, ചെയ്യാൻ നിൽക്കണ്ട. ചെയ്യേണ്ടത് എന്തായിരിക്കണം? താൻ ചെയ്യുന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതാണോ എന്ന് തീരുമാനിക്കും. അപ്പൊ കൈകൾ ഉയർത്താം. എന്നിട്ട് എന്ത് ചെയ്യണം? കൈ നേരെ കൊണ്ടുവരിക. ഇടത് കൈയിന്റെ മുകളിലേക്ക് വലത് കൈ കൊണ്ടുവന്ന് ഒന്നുകിൽ ഇങ്ങനെ, അല്ലെങ്കിൽ ഈ മണിബന്ധം എന്ന് നമ്മൾ പറയണ ആ ഭാഗത്തേക്ക് ഇങ്ങനെ പിടിച്ച് നേരെ നെഞ്ചിലേക്ക് വെക്കുക. ഇങ്ങനെ വെക്കാനല്ല കേട്ടോ, ഇങ്ങനെ വെക്കലല്ല. ചില ആളുകൾക്ക് ഇങ്ങനെ വെക്കലുണ്ട്. ഇങ്ങനെ വെക്കാൻ, ഇത് നെഞ്ചല്ല. ആണോ? ഇതിന്റെ നെഞ്ച് എന്താ പറയാ? അല്ല, നെഞ്ചിവിടെയാണ്. അതുകൊണ്ട് തന്നെ സ്വദറിനെ വിശദീകരിച്ച ഭൂരിപക്ഷ ആളുകളും പണ്ഡിതന്മാരും ഷാഫി മദ്ഹബിലെ പണ്ഡിതന്മാരടക്കം പറഞ്ഞു, അലാ സ്വദരിഹി എന്ന് പറഞ്ഞാൽ ഐ അലാ ഖൽബിഹി, അയാളുടെ ഹൃദയത്തിന്റെ മേലെ വരണം. കാരണം ഹൃദയമാണ് അൽ ഖൽബു അഷ്റഫുൽ അഅ്ളാ, അവയവങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് ഇത് ഖൽബ്. അതുകൊണ്ട് ഖൽബിന്റെ മേലെ അവിടെയാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെക്കണം, പള്ളമ വെക്കാൻ പറ്റൂല. ഷാഫി ഫിഖ് അനുസരിച്ച് പൊക്കിളിന്റെയും നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിലാണ് വെക്കേണ്ടത്. ഷാഫി മദ്ഹബിലെ മുത്തഅഖിരീങ്ങൾ പറഞ്ഞ അങ്ങനെയാണ്. എന്നാൽ ശരിക്കും ഷാഫി മദ്ഹബിലെ വലിയ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത് തന്നെയാണ് ഖൽബിന്റെ പുറത്ത് വെക്കണം എന്നാണ്. ഞാൻ അതുകൊണ്ട് മുജാഹിദായതിനു ശേഷം കൈ പൊക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഞാൻ ഫത്ഹുൽ മുഈൻ ഓതിയത് മുതലേ ഞാൻ ഇവിടെ കൈയിട്ട, ഇവിടെ കെട്ടിയിട്ടില്ല, ഇവിടെ കെട്ട. അപ്പൊ ഖൽബിന്റെ മേലെ കെട്ടുക എന്നതാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹദീസിൽ കാണാം. വഈൽ ഇബ്നു ഹുജർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ഹദീസിൽ എവിടെ വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വദഅഹുമാ അലാ സദ്രിഹി, ഖൽബിന്റെ മേലെ വെക്കണം. അപ്പൊ ഇങ്ങനെ വെക്കാൻ പറ്റില്ല. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വെക്കുക, ഇങ്ങനെ കെട്ടുക, ഇങ്ങനെ പിടിക്കുക ഇല്ല. ഒന്നെങ്കിൽ ഇങ്ങനെ വെക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കുക. അതെ, ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ വെക്കുക എന്ന് വെച്ചാൽ മക്കൾ കൈ ഉയർത്തിയിട്ട് കെട്ടിക്കാണ്. ഇങ്ങനെയാണ് വെക്കേണ്ടത് കേട്ടോ, ഇങ്ങനെയല്ല, ഇങ്ങനെയുമല്ല. ഹനഫി മദ്ഹബിൽ തഹ്ത സുറ എന്നാണ്, പൊക്കിളിന്റെ താഴെ വെക്കണം എന്നാണ്. എന്നാൽ അവിടുത്തെ സ്ത്രീകളോട് പറഞ്ഞത് നെഞ്ചിന്റെ മേലെ വെക്കണം. എവിടെ? ഹനഫികളിലെ സ്ത്രീകൾ നെഞ്ചിന്റെ മേലെ കെട്ടും, പുരുഷന്മാര് പൊക്കിളിന്റെ താഴെ കെട്ടും. അതുകൊണ്ട് എൻ്റെ പെണ്ണുങ്ങൾ മുജാഹിദായി കഴിഞ്ഞപ്പോൾ ഓൾക്ക് പൊക്കേണ്ടി വന്നിട്ടില്ല. കാരണം ഓല് ഹനഫി മദ്ഹബ് ആളായതുകൊണ്ട് നേരത്തെ തന്നെ നെഞ്ചുമ കെട്ടിയിട്ടാണ് വന്നത്. അതുകൊണ്ട് ഇവിടെ വന്നിട്ട് നെഞ്ചുമ കെട്ടാൻ വേണ്ടി പറയേണ്ട ആവശ്യം വന്നിട്ടില്ല. അപ്പൊ ശരിക്ക് ഇവിടെ അലാ സ്വദരിഹി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് വെക്കുക. ഇന്നെന്ന് വെച്ചാൽ കൈ
അത് വെക്കാൻ പറഞ്ഞത് എന്താണെന്നറിയോ? ശരിക്ക് ആളുകൾക്കൊക്കെ ഒരു മടിയുണ്ട്. ഇപ്പൊ എല്ലാരും ഇങ്ങനെ പതുക്കെ പതുക്കെ എന്ത് ചെയ്യാണ്, താഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വെച്ചാൽ എന്തോ ഒരു പ്രശ്നം അല്ല. നിങ്ങൾ ഇങ്ങനെ വെക്കണമെന്നല്ല, ഇങ്ങനെ വെക്കണം. കൽബിന്റെ മേലെ വെക്കാം, ഹൃദയത്തിന്റെ മേലെ വെക്കാം. അത് ഇങ്ങനെ കൊണ്ട് വെക്കൊന്നും വേണ്ട. ചില മനുഷ്യന്മാരെ കണ്ട് ഇങ്ങനെ നിൽക്കണ, ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെ നിൽക്കണ്ട. ശരിക്കും ഇങ്ങനെ നിന്നാ മതി. ഇങ്ങനെയുമല്ല, 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 ഇങ്ങനെയാ. കൽബിന്റെ മേലെ കൈവെക്കുക. അപ്പോ കൈ ഇങ്ങനെ ഉയർത്തുക, എന്നിട്ട് കൈ ഇങ്ങനെ കെട്ടുക. ഇത് തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി എങ്ങോട്ട് നോക്കണം? അതെ, നോട്ടം എപ്പോഴും മൗദിഉ സുജൂദ്, സുജൂദിന്റെ ഭാഗത്തേക്കാണ് നോക്കേണ്ടത്. ലാ യൽതഫിതു ഇലാ യമീനിൻ വഇലാ ശിമാലിൻ, വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞു നോക്കാനൊന്നും പാടില്ല. എന്ത് ചെയ്യണം? എപ്പോഴും നോട്ടം സുജൂദിലേക്ക്. നമ്മളിങ്ങനെ നിന്നാൽ മുന്നിൽ പോകുന്നവനെയൊക്കെ നോക്കും. നമ്മൾ നിസ്കരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മുന്നിലേക്ക് പോകുന്നവരൊക്കെ നോക്കും, മേലോട്ട് നോക്കും. മേലോട്ട് നോക്കാൻ തന്നെ പാടില്ല. ആകാശത്തിന്റെ ഭാഗത്തേക്ക് കണ്ണുയർത്ത തന്നെ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതുകൊണ്ട് കൈ കെട്ടി നിൽക്കുന്നയാൾ സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കി നിൽക്കണം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോളൂ, ഇങ്ങനെ തലകുനിച്ച് നിൽക്കരുത്. അത് ഹദീസിൽ പ്രത്യേകം വന്നിട്ടുണ്ട്. കഴുത നിൽക്കുന്നത് പോലെ തലയാക്കി നിൽക്കരുത്. കഴുത എപ്പോഴും എങ്ങനെ നിൽക്കാം? കഴുത നിൽക്കണം എങ്ങനെയാ? കഴുത എപ്പോഴും ഇങ്ങനെ തല ഇങ്ങനെ ആക്കിയിട്ട് നിൽക്കുക. അങ്ങനെ നിൽക്കാൻ പാടില്ല. തല ഉയർത്തി തന്നെ നിൽക്കുക. പക്ഷെ നോട്ടം മാത്രം ഖിബലയിലേക്ക് സുജൂദിന്റെ ഭാഗത്തേക്കായിരിക്കണം നോട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് അങ്ങനെയാണ്. ഞാനിപ്പോൾ ഓരോന്ന് പറയുമ്പോഴും നമ്മൾ ഓരോരുത്തർ ശ്രദ്ധിക്കേണ്ടത് ഞാൻ ഇങ്ങനെയാണോ എന്നാണ് കേട്ടോ. ഞാൻ ഇങ്ങനെയാണോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി കൈകെട്ടി കഴിഞ്ഞാൽ, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്താണ്? പിന്നെ പറയേണ്ടത് ദുആഉൽ ഇഫ്തിതാഹാൻ. ദുആഉൽ ഇഫ്തിതാഹ് MSMകാർക്ക് ഞാൻ നമസ്കാരത്തിൽ ചൊല്ലേണ്ടുന്ന ദിക്റുകളും ദുആകളും എന്ന് പറഞ്ഞിട്ടുള്ള ആ പ്രാർത്ഥനകൾ, എല്ലാ പ്രാർത്ഥനകളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു PDF ഇട്ട് തന്നിട്ടുണ്ട്. അത് പ്രിന്റ് ചെയ്ത് കൊടുത്തോളി. അതിൽ ദുആഉൽ ഇഫ്തിതാഹ് വലുതുണ്ട് ചെറുതുണ്ട്. വലുതുണ്ട് നമ്മളൊക്കെ ചൊല്ലുന്ന വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർദ് തുടങ്ങുന്ന വിശാലമായ പ്രാർത്ഥനയാണ്. പക്ഷെ പലപ്പോഴും അതിന്റെ കുറച്ചു ഭാഗമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ. ഷാഫി മുസ്വല്ലയിലൊക്കെ പഠിപ്പിക്കപ്പെടുന്ന അങ്ങനെ ആയതുകൊണ്ടാണ്. എന്നാ നമ്മളെ KNMന്റെ മദ്രസ സിലബസ് വായിച്ചു നോക്ക്. അതിലുണ്ട് വജ്ഹത്തിന്റെ പൂർണ്ണ രൂപം, അതിലുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതും പെട്ടെന്ന് പറയുന്നതുമായ ഒന്നാണെന്ത്? സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും പറഞ്ഞിരുന്ന വാക്ക്. കുറെ പ്രാർത്ഥനകൾ ഉണ്ട് ദുആഉൽ ഇഫ്തിതാഹിന്. പിന്നെ ഒരു ചെറിയ പ്രാർത്ഥന അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഏറ്റവും ചെറുതൊരു പ്രാർത്ഥന ഇതാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. ഹനഫി പണ്ഡിതന്മാരൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പ്രാർത്ഥന ഇതാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക, പറയും സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക വതബാറക ഇസ്മുക വതആല ജദ്ദുക വലാ ഇലാഹ ഗൈറുക. നിങ്ങൾ കണ്ടിട്ടില്ലേ മക്കത്തെ അവർ ഹറമിലൊക്കെ നിൽക്കുന്ന ഇമാമുമാർ കൈ കെട്ടി കഴിഞ്ഞാൽ കുറഞ്ഞ സെക്കൻഡ്സ് കൊണ്ട് എന്ത് ചെയ്യും? ഓല് ഫാത്തിഹ തുടങ്ങും. അത് എന്തുകൊണ്ടാ? അപ്പൊ നമ്മള് വളർച്ചയൊന്നും ഓതുന്നില്ലേ? അതല്ല, ഒരു ഏറ്റവും ചെറുത് ഇതാണ്. ഇനി നിങ്ങൾ ഒറ്റയ്ക്ക് നിസ്കരിക്കാണോ? വജ്ഹതു വജ്ഹിയ ലില്ലദീ ഫത്തറ അസ്സമാവാതി വൽ അർദ് ഹനീഫൻ മുസ്ലിമൻ വമാ അന മിനൽ മുശ്രിക്കീൻ. ആ തുടങ്ങുന്ന പ്രാർത്ഥന പറഞ്ഞോളി. അല്ലാഹുമ്മ, അല്ലെങ്കിൽ അല്ലാഹുമ്മ ബാഇദ് ബൈനി വ ബൈന ഖത്തായായ കമാ ബാഅദ്ത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ് എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പറഞ്ഞോ. ഏതും പറയാവുന്ന അങ്ങനത്തെ കുറെ പ്രാർത്ഥനകളൊക്കെ വന്നിട്ടുണ്ട്. വേറെ പ്രാർത്ഥന കൂടി, അല്ലാഹുമ്മ അന്തൽ മലിക് ലാ ഇലാഹ ഇല്ല അന്ത അന്ത റബ്ബി വ അന അബ്ദുക. അതും ദുആഉൽ ഇഫ്തിതാഹിന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട്.
അപ്പൊ ദുആഉൽ ഇഫ്തിതാഹ് അഥവാ പ്രാരംഭ പ്രാർത്ഥന എന്നാണ് അതിന് പറയാം. അതെന്ത് ചെയ്യാം, ഒരാള് ചൊല്ലണം. അതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്നാൽ ശരിക്കും ശ്രദ്ധിക്കും, എന്നാൽ രാത്രി നിസ്കാരത്തിൽ നബിതങ്ങൾ കൈകൾ കെട്ടിയാൽ അവിടുന്ന് രാത്രി നിസ്കാരത്തിന് പ്രത്യേകമായ ഒരു ദുആഉൽ ഇഫ്തിതാഹ് ഉണ്ടായിരുന്നു. അവിടുന്ന് രാത്രി നിസ്കാരത്തിന് ഒരു പ്രത്യേകമായിട്ട് അല്ലാഹുമ്മ റബ്ബ ജിബ്രീല വ മീകാഈല വ ഇസ്റാഫീൽ ഫാത്തിറസ് സമാവാതി വൽ അർളി ആലിമൽ ഗൈബി വശഹാദ അന്ത തഹ്കുമു ബൈന ഇബാദിക ഫീമാ കാനൂ ഫീഹി യഖ്തലിഫൂൻ ഇഹ്ദിനി ലിമാ ലിമഖ്തലിഫ ഫീഹി മിനൽ ഹഖ് ബിഇذനിക ഇന്നക തഹ്ദീ മൻ തശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അത് ഖിയാമുൽ ലൈൽ രാത്രി നിസ്കാരത്തിൽ പ്രവേശിക്കുമ്പോൾ അവിടുന്ന് ചെയ്തിരുന്നതാണ് എന്ന് കാണാം. അപ്പോ ദുആഉൽ ഇഫ്തിതാഹ് ആണ് ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആഉൽ ഇഫ്തിതാഹ് വരെ എത്തിയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ കൈകെട്ടോടെ നിന്നോളിയും, ബാക്കി നമുക്ക് പിന്നൊരു ദിവസം എന്ത് ചെയ്യാം, മനസ്സിലാക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ വന്ന കുട്ടികൾ, MSMന്റെ കുട്ടികളൊക്കെ അവരുടെ അടുത്തുനിന്ന് ആ PDF ഫയല് വാങ്ങണം. എന്നിട്ട് എന്ത് ചെയ്യണം, ആ പ്രാർത്ഥന പഠിക്കണം. കാരണം നാളെ റബ്ബിന്റെ അടുത്ത് ആദ്യം ചെയ്യപ്പെടുന്ന ഇബാദത്തായ നിസ്കാരം കൃത്യമല്ലെങ്കിൽ നാളെ റബ്ബിന്റെ അടുത്ത് നമുക്ക് ഉപകാരം കിട്ടില്ല, പ്രതിഫലം കിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക.